കല്യാണം ഇനി വേറെ ലെവൽ. ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ. നമസ്കാരം. വെട്ടം ന്യൂസ് ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. അലുമിനിയം ഫാബ്രിക്കേഷൻ മേഖലയെ സംരക്ഷിക്കണമെന്നും അസംസ്കൃത വസ്തുക്കളുടെ വിലയിടിവിന്റെ ആനുകൂല്യം ഉപഭോക്താക്കൾക്കും തൊഴിലാളികൾക്കും ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ട് കേരള സ്റ്റേറ്റ് അലുമിനിയം ഫാബ്രിക്കേഷൻ വർക്കേഴ്സ് അസോസിയേഷൻ CITU തിരൂരിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. അലുമിനിയം മെറ്റീരിയലുകളുടെ വില നിർണ്ണയത്തിൽ സുതാര്യത ഉറപ്പാക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും സമരത്തിൽ ആവശ്യമുയർന്നു. തിരൂർ റിംഗ് റോഡ് പരിസരത്ത് നടന്ന പ്രതിഷേധ സമരം AFWA സംസ്ഥാന പ്രസിഡന്റ് M. ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ട്രഷറർ V. മനുരാജ് അധ്യക്ഷത വഹിച്ചു. അലുമിനിയം മെറ്റീരിയലുകളുടെ വിപണി വില കുറഞ്ഞിട്ടും വിൽപ്പന സ്ഥാപനങ്ങൾ അതനുസരിച്ച് വില കുറക്കാത്ത സാഹചര്യം അവസാനിപ്പിക്കണമെന്ന് സമരത്തിൽ ആവശ്യപ്പെട്ടു. എല്ലാ സ്ഥാപനങ്ങളിലും വില നിലവാര പട്ടിക നിർബന്ധമായും പ്രദർശിപ്പിക്കണമെന്നും വിൽപ്പന നടത്തുന്ന അലുമിനിയം മെറ്റീരിയലുകളിൽ തൂക്കവും കമ്പനിയുടെ പേരും വ്യക്തമായി രേഖപ്പെടുത്തണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. വില കൂടിയാലും കുറഞ്ഞാലും ഡീലർമാർ വലിയ നിലയിലേക്ക് പണം സാധാരണ ഫാബ്രിക്കേറ്റർമാരെ കൊള്ളയടിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അലുമിനിയം ഉൽപ്പന്നങ്ങളുടെ വില കൂടുന്നതും കുറയുന്നതിനും വിവിധങ്ങളായ കാരണങ്ങളുണ്ട്. ഒന്ന് ഗവൺമെൻറ്റിൻ്റെ ടാക്സാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ അലുമിനിയം പാത്രങ്ങൾക്കുൾപ്പെടെ 5% ടാക്സ് ഉള്ളൂ, GST ഉള്ളൂ. എന്നാൽ ഫാബ്രിക്കേഷൻ ഉൽപ്പന്നങ്ങൾക്ക് 12, 13, 14% വരെ ടാക്സ് ചുമത്തിയിരിക്കുകയാണ്. കെട്ടിട നിർമ്മാണ ഉപകരണങ്ങൾക്ക് 5% കുറച്ചപ്പം നമ്മൾ ഫാബ്രിക്കേഷൻ ഉൽപ്പന്നങ്ങൾക്ക്, അലുമിനിയം ഫാബ്രിക്കേഷൻ ഉൽപ്പന്നങ്ങൾക്ക് വില കുറച്ചിട്ടില്ല. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ടാക്സ് ഇതിൻ്റെ ഒരു വില കൂടുതലിൻ്റെ കാരണമാണ്. ഇന്ത്യ രാജ്യത്തെ ഏറ്റവും പ്രമുഖമായ പൊതുമേഖലാ കമ്പനിയാണ് നാൽക്കോ. ഈ അലുമിനിയം ഉൽപ്പാദനത്തിൻ്റെ മേഖലയിൽ നാൽക്കോ വില വർദ്ധിപ്പിക്കും, അപ്പോൾ വില കൂടും. അന്താരാഷ്ട്ര വിപണിയിലെ വില നിശ്ചയിക്കുക ലണ്ടൻ മെറ്റൽ എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഒരു സംവിധാനമാണ്. അവരാണ് ലോകത്തുള്ള ഈ പറയുന്ന സാധനങ്ങളുടെ വിലയെല്ലാം നിശ്ചയിക്കുന്നത്, മെറ്റീരിയലിൻ്റെ എല്ലാം വില നിശ്ചയിക്കുന്നത്. ഇതിനനുസരിച്ച് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം ഹോൾസെയിൽ ഡീലർമാർ വില നിശ്ചയിക്കുന്നു. അതിനനുസരിച്ച് ഇന്ത്യയിലെ കമ്പനികൾ വില നിശ്ചയിക്കുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ വില വ്യത്യാസം ഉണ്ട്. അതൊരു സ്വാഭാവികമാണ്. എന്നാൽ അസ്വാഭാവികമായിട്ടുള്ളത് ഡീലർമാർ ഈ നിലയിലേക്ക് സാധാരണ വില കുറഞ്ഞു കഴിഞ്ഞാൽ ആ വിലക്കുറവിൻ്റെ ഗുണം ഫാബ്രിക്കേറ്റർമാർക്ക് കിട്ടാത്ത നിലയിലേക്ക് മാറ്റുകയാണ്. ഫാബ്രിക്കേഷൻ മേഖലയിൽ ആയിരക്കണക്കിനായ തൊഴിലാളികളാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു കൊട്ടേഷൻ എടുക്കുന്നു. കൊട്ടേഷൻ എടുക്കുമ്പം ഉള്ള വിലയല്ല, അത് കഴിഞ്ഞാൽ കൊട്ടേഷൻ പണിയൊക്കെ അവസാനിപ്പിച്ച് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും വരുന്നത്. 100% വില വർധനവാണ് കഴിഞ്ഞ 2-3 കൊല്ലത്തിനിടയിൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾക്കെല്ലാം ഉണ്ടായിട്ടുള്ളത്. ലോൺ എടുത്തിട്ടും പലിശക്ക് വാങ്ങിയിട്ടും ഒക്കെയായി വർക്കെടുക്കുന്ന ഫാബ്രിക്കേറ്റർമാർ, തൊഴിലാളികൾ എല്ലാം വലിയ പ്രതിസന്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫാബ്രിക്കേഷൻ മേഖലയെ സംരക്ഷിക്കാൻ സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്നും അവർ ആവശ്യപ്പെട്ടു. ജില്ലാ സെക്രട്ടറി T. രഞ്ജിത്ത് സ്വാഗതം പറഞ്ഞു. ജോയിന്റ് സെക്രട്ടറി സുബൈർ, വിശ്വനാഥൻ, ഷമീർ, കിളർ വൈലത്തൂർ, റഷീദ് വെട്ടം, ജുബീഷ് താനൂർ, അഫ്നാസ് കൂട്ടായി, ശ്രീകേഷ് എന്നിവർ സംസാരിച്ചു. വൈസ് പ്രസിഡന്റ് അൻവർ നന്ദിയും രേഖപ്പെടുത്തി. വെട്ടം ന്യൂസ്, തിരൂർ. കല്യാണം ഇനി വേറെ ലെവൽ. ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ.